മത്തങ്ങ കൊണ്ട് പലതരത്തിലുള്ള കറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് മത്തങ്ങ കൊണ്ട് ഒരു പായസം തന്നെ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ വേണ്ടത് 1/2 കിലോ മത്തങ്ങ, 3/4 കിലോ ശർക്കര, കിസ്മിസ്, ഏലക്കായ, കാഷ്യൂനട്ട്, അല്പം നെയ്യ്, ഒരു തേങ്ങ. ആദ്യം തന്നെ നമുക്ക് മത്തങ്ങ വേവിക്കാം. ശർക്കര നമുക്ക് അരിയിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിരണ്ടി വച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്നും ഒന്നാം പാൽ പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞു വെച്ച തേങ്ങാപ്പീര ഒന്നുകൂടി ചൂടുവെള്ളം ചേർത്ത് മിക്സിയിലടിച്ച് രണ്ടാം പാൽ എടുക്കാം. ഇനി അത് വാങ്ങി വയ്ക്കാം. മത്തങ്ങ നമുക്ക് ഉടച്ചെടുത്ത് ചുരുളിയിലേക്ക് ഒഴിക്കാം. പാത്രം ചൂടായപ്പോൾ ഇതിൽ നെയ്യ് ഒഴിച്ച് വേവിച്ച് വെച്ച മത്തങ്ങ അതിലേക്ക് ഇടാം. മത്തങ്ങ ഏകദേശം വരണ്ട് വരുമ്പോൾ നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. ശർക്കര അരിച്ച് ഒഴിച്ചാൽ കറക്റ്റ് മാറും. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ നമുക്ക് പതുക്കെ ഉടച്ചു നോക്കാം. നന്നായി വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങാപ്പാട്ട് ഒഴിക്കാം. സമയം കൊണ്ട് നമുക്ക് ഏലക്കായ പൊടിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ചു. നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. പാത്രം ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിക്കാം.
ഈ മൂപ്പിൽ നമുക്കത് പായസത്തിലേക്ക് ഇടാം. അല്പം ഏലക്കാപ്പൊടി പൊടി. സ്വാദിഷ്ടമായ മത്തങ്ങ പായസം റെഡി. ഇതുപോലെ നമുക്ക് സ്വാദിഷ്ടമായ മത്തങ്ങ പായസം വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം.